ഹായ് ഓൾ KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിഷയോട് അവളുടെ റോണിയേട്ടൻ ചോദിക്കുകയാണ്, മോൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹം പറയാനുണ്ടോ? അല്ല, നമ്മളെ ഫസ്റ്റ് നൈറ്റാണ്, അതുകൊണ്ട് ചോദിച്ചാണ്. ഉണ്ട്. എന്താ? എൻ്റെ ഈശ്വര, സ്വർണ്ണം ഒഴിച്ച് ബാക്കി എന്തെങ്കിലും പറയണേ. എന്നും എല്ലാ കാലവും എനിക്കെൻ്റെ റോണിയേട്ടനോട് ചേർന്നിരിക്കണം. ഏ ആ ആഗ്രഹം മോള് പറഞ്ഞില്ലെങ്കിലും ഞാൻ നിനക്ക് സാധിപ്പിച്ചു തരില്ലേ? പിന്നെ അവളെയും കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് കിടന്നു. പിന്നെ കാണിക്കുന്നത് കിരണിനെയും കല്യാണിയെയുമാണ്. അവരുടെ കയ്യിലൊരു കുട്ടിയുണ്ട്. അതിനെ കൊഞ്ചിക്കുകയാണ്. എന്നിട്ട് കിരൺ പറയാണ്, ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്കിടയിൽ ഇയാളില്ല അല്ലേ? നാളെ അമ്മയുടെ അടുത്ത് പോകണം. കുഞ്ഞിനെ നമുക്ക് ഇവിടെ ആക്കിയിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ കുഞ്ഞിനെ കണ്ട് യാത്ര പറയുമ്പോൾ നല്ല വിഷമായിരിക്കും. അപ്പോൾ കല്യാണി പറയാണ്, അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരും കല്ലുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് കൊഞ്ചിക്കുകയാണ്. ഈ പെൺമക്കളെ അമിതമായിട്ട് സ്നേഹിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. കിരൺ പറയാണ് കല്യാണിയോട്, അവർക്ക് പറ്റുന്ന അബദ്ധ ഇപ്പം നമുക്കും പറ്റിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ അങ്ങനെ? അല്ല, അവരെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷമായിരിക്കും മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും. പെൺകുട്ടി വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാരെ എപ്പോഴും കാണണമെന്ന് തോന്നും. അതുപോലെ തിരിച്ചും. അതൊക്കെ ദാമ്പത്യത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുമുണ്ട്. അതുകൊണ്ടാണ് കുറച്ചൊക്കെ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ അകലം പാലിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ കല്യാണി കിരണിനോട് ചോദിക്കുകയാണ്, പിന്നെ എന്താ അകലം പാലിക്കാത്തത്? അങ്ങനെ അകലാനായിട്ട് നീ ഇതുവരെ ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. പിന്നെ കിരൺ പറയാണ്, നമ്മുടെ വിവാഹം നടന്നതും കല്ലുമോൾ ജനിച്ചതും ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. പെട്ടെന്ന് കാലം കടന്നു പോയതുപോലെ. ഇപ്പോൾ കല്ലുമോൻ്റെ സമയം കഴിഞ്ഞ് വേറൊരാൾ വരാനായി. അപ്പോൾ കല്യാണി പറയാണ്, ഉടനെ ഒന്നും വേണ്ട, മോൻ്റെ സ്നേഹം ഉടനെ ഒന്നും പഴുത്തു പോകണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ. അതേ വലിയ മാനസിക പ്രശ്നം ഉണ്ടാക്കും മോന്. എന്നാൽ ഇപ്പോൾ ഒരു ഭാവം വരുന്നത് അവന് വലിയ ഇഷ്ടമായിരിക്കും. അല്ലേടാ മോനെ? കേട്ടാ. ഇനിയിപ്പോൾ കുറച്ചുകൂടി വളർന്നു വരുമ്പോൾ താഴെ ഒരാൾ വന്നിട്ട് അയാളെ കൊഞ്ചിച്ച് കഴിഞ്ഞാൽ അതിവന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ തമ്മിൽ 2 വയസ്സേ വ്യത്യാസം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഏതായാലും കുറച്ചുകൂടെ കഴിയട്ടെ. ഡൽഹിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ വിളിക്കണം കേട്ടോ. അതൊന്നും എന്നോട് പറയണ്ട. ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ തിരക്കൊന്നും ഇല്ലാതെ അറ്റൻഡ് ചെയ്താൽ മതി. ഞാൻ അവിടെയാണെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെയായിരിക്കും. എന്ന് കരുതി കോമ്പറ്റീഷൻ നടത്തുമ്പോൾ ശ്രദ്ധയൊന്നും പാളിപ്പോകരുത്. നിൻ്റെ പടങ്ങൾ ഇനിയും പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ നിറയണം. അതാണ് ഞങ്ങളുടെയൊക്കെ സന്തോഷം. പിന്നെ കാണിക്കുന്നത് രാഹുലിനെയാണ്. അപ്പോൾ രാഹുൽ ചിന്തിക്കുകയാണ്, കല്യാണിയെയും കിരണിനെയും അവളെയും അവനെയും വേർതിരിക്കാതെ എനിക്ക് ഉറക്കമുണ്ടാവില്ല. അതിനിടയിൽ നാടകം കളിച്ച് ഭർത്താവിനെ കൊല്ലാമെന്ന് പറഞ്ഞവൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടുമില്ല. നാളെ അവളെ എനിക്കൊന്ന് കാണണം. രാഹുൽ പിന്നെ രൂപയുടെ വീട്ടിൽ പോയിട്ട് കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോൾ രൂപ വാതിൽ തുറന്നപ്പോൾ കാണുന്നത് രാഹുലിനെയാണ്. രാഹുലിനെ കണ്ടതും രൂപ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇയാളെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? അടുത്ത എന്തെങ്കിലും ഏടാകൂടം ഒപ്പിച്ചുകൊണ്ടാണോ? എന്നിട്ടും അവൾ സന്തോഷത്തോടെ പറയാണ്, കുറേ ദിവസമായല്ലോ ഏട്ടനെ കണ്ടിട്ട്, ഇങ്ങോട്ട് വാ ഇരിക്ക് എന്ന് പറഞ്ഞ് രൂപയും അവിടെ ഇരുന്നു. നിന്നെ കാണാതിരുന്നപ്പോൾ എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെ. എന്നെ എൻ്റെ ഭാര്യയും മോളും ഒക്കെ ഒരു മനോരോഗിയെ പോലെ ആക്കുക. അതിനൊക്കെ കാരണക്കാരൻ ആരാണെന്ന് നിനക്കറിയാലോ? അറിയാം ഏട്ടാ, പക്ഷേ മനോഹറിനെ സരയും മോൾ ജീവന് തുല്യം സ്നേഹിക്കുമ്പോൾ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ്. ഒരു കുഴപ്പമില്ലാത്ത എന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് തരികയും ചെയ്തു. രൂപ മനസ്സിൽ ചിന്തിക്കുകയാണ്, തനിക്ക് ഷോക്കല്ല തരേണ്ടിയിരുന്നത്. അപ്പോൾ രാഹുൽ, അതൊക്കെ പോട്ടെ, നീ ചന്ദ്രസേനനെയും മക്കളെയും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും നമ്മൾ പറഞ്ഞ കാര്യം എന്തായി? ചന്ദ്രസേനനെ മുകളിലേക്ക് അയക്കേണ്ട സമയമായില്ലേ? ഒരു കർക്കിടകവും കൂടി കഴിഞ്ഞ് ഇപ്പോഴെങ്കിലും നീ എന്തെങ്കിലും ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. അത്രത്തോളം കാര്യങ്ങൾ എത്തിയിട്ടില്ല ഏട്ടാ. പെട്ടെന്ന് സ്നേഹം കാണിച്ചതിൻ്റെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതെൻ്റെ മക്കൾ എന്നോട് ചോദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അങ്ങേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എന്നെ സംശയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ സമയവും സന്ദർഭവും ഒത്തു വരുമ്പോൾ നീ എന്തെങ്കിലും ചെയ്താൽ മതി.
പക്ഷേ മറ്റേ കാര്യം എന്തായി എന്ന് വെച്ചാൽ അല്ല, കിരണിനെയും കല്യാണിയെയും തമ്മിൽ അകറ്റുന്ന കാര്യം. അവരെ അകറ്റിയിട്ട് മനോഹർ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ കിരണിനെ കൊണ്ട് അവളെ കെട്ടിക്കാം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ചിലതൊക്കെ നമ്മൾ തീരുമാനിച്ചിരുന്നില്ലേ? അതെന്തായി എന്നാണ് ഞാൻ ചോദിച്ചത്. കല്യാണിയെപ്പോലെ നല്ലൊരു മരുമകൾ അടുത്ത ജന്മത്തിലും കല്യാണി തന്നെ മരുമകളായിട്ട് വരണം എന്നാണ് എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന എന്ന് രൂപ മനസ്സിൽ ചിന്തിക്കുക. അപ്പോഴാ അവരെ തമ്മിൽ പിരിക്കുന്നത്. അതിന് വേണ്ട ബുദ്ധി ഏട്ടൻ തന്നെ പറഞ്ഞു തന്നാൽ മതി. കല്യാണിക്കിപ്പോൾ നല്ല അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു ഫെസ്റ്റിവൽ ആദരിക്കുന്നുമുണ്ട്. ഓ ആ, അന്നെന്തോ മത്സരവും നടക്കുന്നുണ്ട്. അതിനായിട്ട് മോള് പോവാൻ പോവാ. അവൾക്കൊപ്പം കിരണും പോകുന്നുണ്ടോ? അതിനുള്ള സാധ്യത കുറവാ. കല്യാണിക്ക് ഒരാഴ്ചയെങ്കിലും മാറി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കിരൺ പോകാൻ സാധ്യതയില്ല. അതും കൂടി കേട്ടപ്പോൾ അയാൾ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ രൂപ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇയാൾ എന്താണ് ചിന്തിക്കുന്നത്? ഏട്ടൻ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ആദ്യമായിട്ടാ അവർ ഒരാഴ്ചയൊക്കെ വേർപിരിഞ്ഞ് നിൽക്കുന്നത്. അതെ, കല്യാണം കഴിഞ്ഞ ശേഷം അവൾ അവനെ പറ്റിച്ചേർന്ന് നിൽക്കുകയാണല്ലോ. എന്ന് വെച്ചാൽ അർഹിക്കാത്ത ജീവിതമാണല്ലോ അവൾക്ക് കിട്ടിയത്. നമ്മുടെ കമ്പനിയിലെ ക്യാൻറ്റീനിലേക്ക് പാലുമായിട്ട് വന്നവൾ പിന്നീട് ക്യാൻറ്റീനിലെ വെറും ഒരു ജീവനക്കാരി. അങ്ങനെയല്ലേ കിരണിൻ്റെ മനസ്സവൾ കവർന്നത്? അതെ, അതിലെനിക്കും വിഷമമുണ്ട്. ആ വിഷമമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അതിനുള്ള അവസരം വരും. നീ എപ്പോഴും എൻ്റെ കൂടെ നിന്നാൽ മതി. ഞാനെപ്പോഴും ഏട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്താണെന്നറിയില്ല, ഷാരിക്ക് പോലും ഇപ്പോൾ എന്നോട് വെറുപ്പാ. നീ അടുത്തില്ലാത്തത് കൊണ്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. അല്ലെങ്കിൽ കൂടി ഈ ദുഷ്ടൻ ഇങ്ങോട്ടെങ്ങാനും വന്ന് നിൽക്കുമോ? ചില നേരത്ത് ഞാൻ ചിന്തിക്കാറുണ്ട് ഇങ്ങോട്ട് വന്ന് നിന്നാലോ എന്ന്. പിന്നെ ആ ചന്ദ്രസേനനും മക്കളും മരുമക്കളും ഒക്കെ ഇവിടെ ഏതു നേരവും വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ രൂപയും പറയാണ്, അതുകൊണ്ടാണ് ഞാൻ ഏട്ടനെ വിളിക്കാത്തത്. ഏതായാലും ഇപ്പം നീ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. നിൻ്റെ കൈകൊണ്ട് ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് കുറച്ച് ദിവസമായില്ലേ? ഞാനിപ്പോൾ എടുക്കാം. രൂപ ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി. ആ സമയം കൊണ്ട് രാഹുൽ ചിന്തിക്കുകയാണ്, അപ്പോൾ ഒരാഴ്ച അവൾ ഇവിടെ ഉണ്ടാവില്ല. ആ സമയം കൊണ്ട് എനിക്ക് ചിന്തിക്കാം. അത് എനിക്ക് ദൈവം തന്ന അവസരമാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്തണം. അടുത്തത് കാണിക്കുന്നത് മനോഹറിനെയാണ്. റോണിയേട്ടൻ എന്ന മനുഷ്യനെ. അങ്ങനെ ഒരുത്തി കൂടി എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയായി. നിഷ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ചായയുമായിട്ട് വരികയാണപ്പോൾ. അവൾ ചായയുമായി വരുമ്പോൾ റോണിയേട്ടൻ കരയാണ്. എന്താ റോണിയേട്ടാ, എന്തിനാ കരയുന്നേ? കഴിഞ്ഞു കാണും. എന്ത്? എൻ്റെ മാമൻ്റെ അടക്കം. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വേദന നിന്ന് കിടന്നപ്പോൾ മരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതാ. പക്ഷേ ആ കൈവെള്ളയിലായിരുന്നു എന്നെ കൊണ്ടു നടന്നത്. എൻ്റെ അച്ഛനൊന്നുമല്ല എന്നെ കൊണ്ടു നടന്നത്, എൻ്റെ മാമനാ. ഇന്നലെ രാത്രിയിൽ മോൾക്ക് സങ്കടം വരണ്ട എന്ന് കരുതിയാ ഞാൻ സന്തോഷത്തോടെ മോളോട് പെരുമാറിയത്. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ നെഞ്ച് പൊട്ടുമായിരുന്നു. അതെനിക്ക് തോന്നിയതേയില്ല. ആരെയും വിഷമിപ്പിക്കുന്നത് എൻ്റെ സ്വഭാവമല്ല. അതെൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായിപ്പോയി. ചൂടുണ്ടോ ചായക്ക്? ഒരുപാട് ചൂടില്ല, ഒരു മീഡിയം ചൂടേ ഉള്ളൂ. നന്നായി, അതാ എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ച് അവൻ കുടിക്കുകയാണ്. ഇനി മുതൽ എനിക്ക് ചായ ഇടുമ്പോൾ മസാല ചായ വേണം കേട്ടോ. അയ്യോ, എന്നാൽ മാറ്റിത്തരാം. ഇന്ന് വേണ്ട, ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? നമുക്കല്ല, എനിക്ക് പോകണം. അപ്പം ഞാൻ വരണ്ടേ? എൻ്റെ നിഷേ, നീ വന്നു കഴിഞ്ഞാൽ നിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് അവരൊക്കെ അറിയത്തില്ലേ? ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. ഇനി എല്ലാവരും അറിഞ്ഞാൽ ഞാൻ സ്വാർത്ഥനാണെന്നേ പറയൂ. സ്വന്തം അമ്മാവൻ മരിച്ചു കിടന്നപ്പോൾ അവൻ പോയി പെണ്ണ് കെട്ടിയെന്ന് പറയും. അത് ശരിയാ. പിന്നെ എനിക്കിന്ന് റോണിയോട്ടനോടൊപ്പം പുറത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റാം. എന്നിട്ട് നാളെ ഞാൻ മിക്കവാറും പോവും, മോളെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട്. അത് കുഴപ്പമില്ല. റോണിയേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക് എടുത്തില്ലേ. അതുകൊണ്ട് റോണിയേട്ടന് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാ. എന്ത് ചെയ്യാനാ, സ്നേഹിക്കുന്നവരൊക്കെ ദേ ഇവിടെ കയറി അങ്ങിരിക്കും. പിന്നെ അവരെ വിട്ടുകളയാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ഒരു ജന്മമായിപ്പോയി എൻ്റേത്. പിന്നെ ഞാനിപ്പോൾ കരഞ്ഞത് വേറൊന്നും കൊണ്ടല്ല മോള് രാവിലെ എണീറ്റ് കുളിക്കാൻ പോയില്ലേ, ആ സമയത്ത്
എന്നെ ആരോ തട്ടി പിടിച്ചു. ആ, മാമനാ. എന്നാലും വായിക്കരിടാൻ നീ വന്നില്ലല്ലോ മോനെ എന്ന് മാമൻ പറഞ്ഞു. അവൻ വീണ്ടും കരയാ. ആ, ഇനിയിപ്പോൾ അടുത്ത കർക്കിടക വാവിന് കർമ്മങ്ങളൊക്കെ ചെയ്യാം. എൻ്റെ മാമൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ, മോക്ഷം കിട്ടട്ടെ. അപ്പോഴാണ് റോണിയേട്ടൻ്റെ ഫോണിൽ ആരോ ബെല്ലടിക്കുന്നത്. ഓ, ബന്ധുക്കളൊക്കെ വിളി തുടങ്ങി. പരാതി പറയാനായിരിക്കും. ആ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവൻ ഫോണും കൊണ്ട് പുറത്തേക്ക് പോവാണ്. അപ്പം നിഷ പറയാണ്, പാവം, അത്രത്തോളം മാമനെ സ്നേഹിച്ചതായിരിക്കും. കഷ്ടപ്പെട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറയാണ്, അവൾക്ക് വിളിക്കാൻ കണ്ടൊരു സമയം നാശം. ആ, മോളൂ എവിടെയാ മനുവേട്ടാ? ഇന്നലെ രാത്രി ഒന്ന് വിളിച്ചത് പോലുമില്ലല്ലോ. ഓ, തിരക്കോട് തിരക്കായിരുന്നു. മോളൂൻ്റെ അച്ഛൻ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ആ, പറഞ്ഞായിരുന്നു. രാത്രി വന്നവന്മാരെയൊക്കെ സൽക്കരിക്കേണ്ടി വന്നു. അവന്മാരൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ച് വിട്ടതേ ഉള്ളൂ. ബിസിനസ് ഒന്ന് പച്ച പിടിച്ച് വരുന്ന സമയമാണ്. നമുക്ക് അമേരിക്കയിലേക്ക് പോകാൻ മനുവേട്ടാ. ഇവിടെ മൊത്തത്തിൽ വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ ഒക്കെയാ. എല്ലാ നാട്ടിലും ഉണ്ട് മോളോ ഓരോരോ പ്രശ്നങ്ങൾ. അമേരിക്കയിൽ മഞ്ഞ് വീണാലുണ്ടല്ലോ, മനുഷ്യപ്പറ്റില്ലാതെയാ മഞ്ഞ് വീഴുന്നത്. എന്നാലും എത്ര മഞ്ഞ് വീണാലും വെയിലാണെങ്കിലും മൊത്തത്തിൽ എനിക്ക് മനുവേട്ടന് അടുത്തുണ്ടാകുന്ന സമയത്ത് മൊത്തം ഒരു തണുപ്പാ. എനിക്കാണെങ്കിൽ ചൂടും. ആ, എന്താ? അല്ല, ഇപ്പം നല്ല ചൂടാ. മഴ മാറി വെയിൽ വന്നപ്പോഴേക്കും നല്ല ചൂടാ. ഒന്ന് വാ മനുവേട്ടാ, ഞാൻ കാത്തിരിക്കുക. ആ മോളൂ, ഇന്നൊരു ദിവസം കൂടി ക്ഷമിക്ക്. നാളെ ഞാൻ അവിടെ എത്തും. എന്നിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് അടിച്ച് പൊളിക്കാം. എൻ്റെ കുഞ്ഞനങ്ങുന്നുണ്ടോ? ആ, പിന്നെ ഏതു നേരവും കൈയും കാലും ഇട്ടൊക്കെ അനക്കുക. മനുവേട്ടനെ അന്വേഷിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ, ഓ പിന്നെ വയറ്റി കിടക്കുന്ന കുഞ്ഞല്ലേ എന്നെ അന്വേഷിക്കുന്നത്. എന്തോ? ഞാനേ നമ്മുടെ കുഞ്ഞിനെ ഓർത്തു പോയതാ. ആ, ശരി മോളൂ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. വിളിക്കണേ. മനുവേട്ടൻ്റെ ശബ്ദം കൂടി കേട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലാ. ഓ, എനിക്ക് നിൻ്റെ ശബ്ദം കേൾക്കുന്നതാടി ശ്വാസം മുട്ടൽ. ആ, ശരി മോളൂ, ഞാൻ വിളിച്ചോളാം. അവൻ വാതിലടച്ച് തിരിയുമ്പോൾ നിഷ താഴേക്ക് ഇറങ്ങി വരികയാണ്. പിന്നെ അവൻ കരയാൻ തുടങ്ങി. മാമൻ്റെ മോളാ വിളിച്ചത്. മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പോലും ചോദിച്ചിരുന്നു ഞാൻ വന്നില്ലേ എന്ന്. റോണിയേട്ടൻ്റെ കാര്യം ഞാൻ ആലോചിക്കുക. ഇന്നത്തെ കാലത്ത് എൻ്റെ പ്രായത്തിലുള്ള മിക്ക കുട്ടികളും വിദേശത്തേക്ക് പോവുക. UK അമേരിക്കയിലേക്കും കാനഡയിലേക്കുമൊക്കെ. അവർക്കാർക്കും ഇങ്ങനെ ഒരു ഫീലിങ്സും ഇല്ല. അങ്ങനെ ഒരു ചുറ്റുവട്ടത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഈ മാമൻ എന്നെ സ്കൂളിൽ പോലും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരു 5-6 ക്ലാസ് വരെ മാമൻ്റെ കൈ പിടിച്ചാണ് ഞാൻ നടന്നത്. പിന്നെ ഇന്നത്തെ തലമുറയുടെ കാര്യമൊന്നും എന്നോട് പറയണ്ട. അമേരിക്കയിലും ജപ്പാനിലും ഒക്കെ ഞാൻ പോകുന്നുണ്ടെങ്കിലും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് കേരളം തന്നെയാണ്. അവിടുന്ന് കുറച്ച് സമ്പാദിച്ചിട്ട് നമ്മളിങ്ങ് പോരും, ഇവിടെ സ്ഥിര താമസാക്കാൻ. എനിക്ക് പക്ഷേ ആ നാടിനോടാണ് ഇഷ്ടം. നോ 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 നോ, ഒരിക്കലും അങ്ങനെ പറയരുത്. നമ്മുടെ നാടിനെ പോലെ നല്ലൊരു നാട് ലോകത്ത് എവിടെയില്ല. ഇവിടെ ഇപ്പം ജീവിക്കാൻ അത്ര കൊള്ളത്തില്ല റോണിയേട്ടാ. ഇവിടെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. എൻ്റെ മോളെ, പ്രശ്നങ്ങളില്ലാത്ത നാടില്ല. അതൊക്കെ ഓർക്കുമ്പോൾ ഇവിടെ സ്വർഗ്ഗമല്ലേ. ആ മോളെ, പുറത്തേക്കൊക്കെ ഒന്ന് പോകണമെന്നല്ലേ പറഞ്ഞത്? എന്നാൽ പിന്നെ സമയം കളയണ്ട, പെട്ടെന്ന് പോയിട്ട് റെഡിയായിട്ട് വാ. ഞാനും പെട്ടെന്ന് റെഡിയാവാം. ഓക്കെ? ആ, റോണിയേട്ടന് കുളിക്കാൻ ചൂടുവെള്ളം വേണോ? ഹീറ്ററുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ആ, റോണിയേട്ടന് രാവിലെ എന്താ കഴിക്കാൻ വേണ്ടേ? മോളുണ്ടാക്കുന്നത് എന്തും. ആ, എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ആ, എന്നാൽ പിന്നെ മോൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അടുക്കളയിൽ ഉള്ളവരോട് പറഞ്ഞേക്ക്. അതാണ് എൻ്റെ ഇഷ്ടം. ഇനി മുതൽ മോള് കഴിക്കുന്ന ഭക്ഷണമെല്ലാം ഞാനും കഴിക്കും. ആ, ശരി, എന്നാൽ പിന്നെ റോണിയേട്ടൻ കുളിച്ചിട്ട് വാ. ആ മോളോ, നമുക്ക് ബൈക്കിൽ പോയാലോ? അതെന്തിനാ, കാറ് പോരെ? അല്ല, ബൈക്കിൽ ഭർത്താവിനൊപ്പം ചേർന്ന് പോകുന്നത് മിക്ക പെൺകുട്ടികൾക്കും ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാൽ പിന്നെ അങ്ങനെ മതി. സരയുവിനെ കെട്ടിയിട്ട് അബദ്ധം പറ്റിയതുപോലെ ഇവിടെ പറ്റരുത്. അവൾ മുകളിലേക്ക് പോകുമ്പോൾ ആലോചിക്കുക. കാര്യമായിട്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് മുങ്ങേണ്ട സമയത്ത് മുങ്ങണം. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.